അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. നമസ്കാരം, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുടെ ഓർഗാനിക് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഇതിപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒറ്റ ചെറിയൊരു ഗ്ലാസ് ജാർ മേടിച്ചാൽ മതി കേട്ടോ. അതുപോലെ ഒരു പാത്രവും ഇതുപോലെ എടുക്കുക. നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് ഡബിൾ ബോയിൽ രീതിയിലാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഥ പറയുന്നില്ല, നേരെ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഒരു പാത്രം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടത്തിന് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ഇതിൻ്റെ ചെറിയ ജാറ് ചെറുത് മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതിലാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഏകദേശം ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടുതരാം, എത്ര ഗ്രാം വെച്ചിട്ടാണ് ഓരോന്ന് എടുക്കുന്നതെന്ന് കേട്ടോ. നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇതുപോലെ ഒരു പാത്രം ഇറക്കി വയ്ക്കുക. ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തിളച്ചു. ഇതിലേക്ക് നമ്മൾ കാസ്റ്റർ ഓയിൽ ഒഴിക്കുകയാണ്. കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലിപ്പിന് ആ ഒരു എന്താ പറയുക ഓയിൽനെസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ലിപ്സ് പെട്ടെന്ന് ചാപ്ഡായി പോകും, അതായത് ഡ്രൈ ആവും. ഇനി നമുക്ക് ബീസ് വാക്സ് ഇടണം. ബീസ് വാക്സ് ആണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ബീസ് വാക്സ് ആണ് ശരിക്കും ബൈൻഡിങ് ആയിട്ട് വരുന്നത്. ഇത് മാത്രം പോരാ. അപ്പോൾ ബീസ് വാക്സ് നമ്മളിടുക. സത്യം. ഓക്കെ, ഇനി നമ്മുടെ കാൻഡില വാക്സ് ഇടുക. കർണോബ വാക്സ്. നമ്മൾ എല്ലാ വാക്സും കൂടെ ആദ്യം മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഈ വാക്സ് എല്ലാം വേണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക് കിട്ടുള്ളൂ. അമാസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് മെൽറ്റാക്കുക. ഞാൻ കുറച്ച് കൂട്ടിയിടട്ടെ കേട്ടോ. ഓക്കെ, നന്നായിട്ട് മെൽറ്റാവണേ. എപ്പോഴും സേഫായിട്ടുള്ളൊരു പാത്രം എടുത്ത് വെക്കണം. പൊട്ടിത്തെറിക്കുന്ന പാത്രങ്ങളൊന്നും എടുത്തിട്ട് ഇതൊന്നും വെക്കരുത് കേട്ടോ. ഗ്ലാസ് ജാറാണ് ഏറ്റവും സേഫ്. ഇനി അത് മെൽറ്റാവണം. മെൽറ്റായതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പിഗ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന എന്താ പറയുക ലിപ്സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് കിട്ടുന്ന ലിപ് സേഫ് കളേഴ്സ് ഒന്നുമല്ല. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് കൊച്ചിനിയൽ എന്ന് പറയും. കൊച്ചിനിയൽ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് കൊച്ചിനിയൽ പിഗ്മെൻ്റ് എന്നുള്ളത്. ഇറ്റ്സ് അത്രയും ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. തൊട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ട ഇത് കളറ്, ഡ്രസ്സിനൊക്കെ കളർ കൊടുക്കാനും ലിപ്സ്റ്റിക്സിലും എല്ലാ കോസ്മെറ്റിക് പേർപ്പസിനും ഇപ്പം നമ്മുടെ ചീക്കിലൊക്കെ നമ്മൾ ഇടാനുള്ള നമ്മൾ ബ്ലഷൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പൗഡറാണ് കൊച്ചിനിയൽ ബഗ്സിൻ്റെ പൗഡർ. അതെന്താണെന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് സ്റ്റഡി നടത്തിയതിന് ശേഷം നോക്കിയാൽ മതി. കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ സംഭവം. സാധാരണ നമ്മൾ റെഡ് ലിപ്സിലിടുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മേടിക്കാൻ കിട്ടും. FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ലിപ് പിഗ്മെൻറ്റ് മേടിക്കാൻ കിട്ടും. നമ്മൾ ഇതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് വാക്സ് മെൽട്ടായതിന് ശേഷം നമുക്കിത് ആഡ് ചെയ്യാം. നമ്മളുടെ വാക്സ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യാം. സിമ്പിൾ പ്രോസസ്സാണ്. ഗ്യാസല്ല
ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടേ, കാരണം കൈ പൊള്ളുന്നുണ്ട്. ഇനി നമ്മളുടെ പിഗ്മെൻറ്റ് ആഡ് ചെയ്യണേ. ഇത് കറക്റ്റ്, ഇത് ഫുള്ളായിട്ട് വേണം നമ്മുടെ പിഗ്മെൻറ്റ് ആഡ് ചെയ്യണേ. കുറേശ്ശെ ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് കളർ ചേർത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിലിടുന്ന സമയത്ത് നമുക്ക് ആ കളർ കിട്ടില്ല. നമ്മുടെ ലിപ്സ്റ്റിക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്യണം. കുറേശ്ശെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യണം. നമുക്കിതിൻ്റെ പിഗ്മെൻറ്റ് പേസ്റ്റായിട്ട് മേടിക്കാൻ കിട്ടുമേ. ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന പൗഡറായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് പേസ്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കൊച്ചിനിയലിൻ്റെ പേസ്റ്റ് കിട്ടുമോ എന്നുള്ളതല്ല, അത് പൗഡർ തന്നെ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ലിപ് സേഫ് കളേഴ്സിന് വേണ്ടിയിട്ട് പേസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് ലിപ് സേഫ് കളർ തന്നെ ആയിരിക്കണം എന്ന് മാത്രം. വെറുതെ കിട്ടുന്ന കളർ വാരിയിട്ടിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ലിപ്സിൻ്റെതൊക്കെ കേടാണ്. കളറ് വരും, ബ്ലാക്ക് കളർ വരും നമ്മുടെ ചുണ്ടിൽ. കുറച്ചും കൂടെ കുറേശ്ശെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യണേ. യെസ്, നന്നായിട്ട് ബ്ലെൻഡ് ആവണം ശരിക്കും. കളർ ഉണ്ടോ? ഈ ഒരു കളർ ഒരു 70 ഡിഗ്രിയിലാണ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കറക്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ തെർമോമീറ്റർ, ഞാനിപ്പോൾ ഒന്നും എടുക്കാത്തത്, സാധാരണ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തെർമോമീറ്റർ വെച്ച് നോക്കി അതിൽ 70-75 ഡിഗ്രി ആയോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കേട്ടോ. ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ. വാക്സ് ഇപ്പോൾ ഒരുക്കി തുടങ്ങി. പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ എന്താ പറയുക, വാക്സ് മെൽറ്റിങ് കഴിഞ്ഞിട്ട് അത് എന്താ പറയുക, അത് കട്ടായി തുടങ്ങി കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഈ ഒരു കളർ വരണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അത്രയും കളർ ആഡ് ചെയ്യണം കേട്ടോ. ഒരു 6 ഗ്രാമെങ്കിലും കളർ ആഡ് ചെയ്യണം. കണ്ടോ, ഈ ഒരു കളർ കിട്ടാനായിട്ട്. ഓക്കെ, നന്നിട്ട് ഇപ്പം തന്നെ വാക്സ് കട്ട് ചെയ്യുക. കണ്ടോ, യെസ്. ഇപ്പോൾ നമ്മളുടെ മെൽറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പതുക്കെ ഇൻഡക്ഷൻ ഓഫ് ചെയ്യാണ്. ഇനി ഇത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലിപ്സിന് നല്ലൊരു എന്താ പറയുക സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. എല്ലാ വാക്സും കൂടെ ആകുമ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു പ്രിസർവേറ്റീവും കൂടെയാണ് ആക്ച്വലി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഒരു 1% ചേർത്തിട്ടുണ്ട് കേട്ടോ. ഹീറ്റ് ഈ ഒരു ഹീറ്റിൽ തന്നെ നിന്നിട്ട് ചെയ്താൽ മതി. ഇനി ഇത് നമ്മൾ വീണ്ടും നന്നായിട്ട് മെൽറ്റ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഫ്രീഗ്രൻസും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ലിപ്സ്റ്റിക്കിന് എന്തെങ്കിലും സ്മെല്ല് വേണ്ടേ? അതിന് ഇഷ്ടംപോലെ ഫ്രീഗ്രൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ചേർക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ ഫ്രീഗ്രൻസ് ആണ്. അത് കൂടെ ചേർക്കണം, ലേശം കേട്ടോ, വളരെ കുറച്ച്. ഇഷ്ടമുള്ള ഫ്രീഗ്രൻസ് നമുക്ക് ആഡ് ചെയ്യാം, ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രം. നമ്മളിത് ഓഫ് ചെയ്തു, എല്ലാം പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിപ്പോൾ മെൽറ്റ് ചെയ്തില്ലേ, ഇനി പോർ ഫേസ് ആണ്, അതായത് നമ്മൾ ഒഴിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം നോക്കിയെടുക്കുക, നിങ്ങളുടെ കൈയൊന്നും പൊള്ളിക്കാതെ സൂക്ഷിച്ചെടുക്കുക. ഇതൊക്കെ നമുക്ക് പക്കെടുക്കുക ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എടുക്കുക. നല്ല ചൂടുണ്ട്. ഇനി ഇതുപോലെ ഇത് നമ്മുടെ ലിപ് ബാം നമ്മൾ ഫില്ല് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ, കാരണം ബാക്കിയുള്ള ഞാൻ വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റുവേ. ഇതിപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണേ. ഓക്കെ, ചൂടോട് കൂടി തന്നെ ഒഴിക്കണം, കട്ടയായിട്ട് പിന്നെ ഒഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. യെസ്, നമ്മളുടെ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇങ്ങനത്തെ ട്യൂബ്സ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇറ്റ്സ് അവൈലബിൾ.
മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഇതിലേക്കും കൂടെ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ലിപ് ബാമിൻ്റെ കണ്ടെയ്നറാണേ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു വെച്ചു. ശരിക്കും ഇതിന് ഒഴിക്കാനായിട്ട് മോൾഡ് ഉണ്ട്, ലിപ്സ്റ്റിക് മോൾഡ് കിട്ടും. നമ്മൾ നേരെ ആ മോൾഡിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഈ ട്യൂബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. അതിപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഇതുപോലത്തെ കണ്ടെയ്നർ കിട്ടും, അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമ്മൾ ഇതുപോലത്തെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ ഒഴിച്ച് വെക്കണേ, ഇല്ലെങ്കിൽ അപ്പം തന്നെ കട്ടയാവേ. കട്ടയായി കഴിഞ്ഞ് എടുക്കാൻ പാടതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റീമെൽറ്റ് ചെയ്യണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പല കളേഴ്സ് ഇതേ ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഇപ്പോൾ ഓറഞ്ച് കിട്ടും, ചോക്ലേറ്റ് കളർ കിട്ടും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കളറാണ്, കളർ കോമ്പിനേഷൻസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. ഇല്ലെങ്കിൽ പുറത്ത് ഇരുന്നോട്ടെ കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ തുറന്ന് നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പരിവായം നോക്കാം. ഫിനിഷ്ഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെ ഇത് മോൾഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതാണ് ഈ ഷേപ്പും ഭംഗിയൊക്കെ. ഇതില്ലാത്തവർക്കാണ് ഞാൻ വീണ്ടും പറയണ പോലെ, ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് കാണിച്ചു തന്നത്. നിങ്ങൾ മോൾഡൊക്കെ മേടിച്ചിട്ട് നിങ്ങളിതിൽ പെർഫെക്റ്റ് ആകുമ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക. അങ്ങനെ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ കളറാണ്, ഒരു ഓറഞ്ചൊക്കെ ഷെയ്ഡ് കിട്ടാവുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് പക്ക റെഡാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഇങ്ങനെയുള്ള ഇത് വേറെ കളർ ചെയ്തതാണ്, കുറച്ചും കൂടി ഒരു ന്യൂഡ് ടൈപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇതൊരു പിങ്ക് എന്ന് വെച്ചാൽ ഭയങ്കര പിങ്ക് അല്ല കേട്ടോ. ഈ ഒരു കളർ കളർ കിട്ടും. ഒരു പിങ്ക് അല്ല, ഒരു മച്ചന്തി, ആ ഒരു കളറല്ലേ, റോസ് എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് കളറാണ്, അതാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളറാണ്, ഭയങ്കര ഡാർക്ക് കളറാണ് കണ്ടോ. ഇതൊക്കെ എൻ്റെ ഒരു കളർ കോമ്പിനേഷൻസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ചിട്ട് പലതരം കളർ കോമ്പിനേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ചെയ്തത്. ഈ കൊച്ചിനിയൽ എന്ന് പറയുന്നത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടിയത് കേട്ടോ. ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. അതിന് നിങ്ങൾക്ക് പിഗ്മെൻറ്റ് യൂസ് ചെയ്യാം, ലിപ് പിഗ്മെൻറ്റ് പേസ്റ്റായിട്ടൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാം. കഴിഞ്ഞോ എൻ്റെ ഫിനിഷ്ഡ്. യെസ്. അപ്പോൾ ഇതിനി സെറ്റാവാൻ സമയമെടുക്കും, കുറച്ച് നേരം. കാരണം നമ്മളിത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഫുള്ളായിട്ട് ആയിട്ടുണ്ടാവില്ല, അപ്പോൾ അത് ചീത്തയാവും. നമ്മൾ ഇത്ര നേരം എടുത്ത് പണി വെറുതെ ആവും. ഇതാവട്ടെ, ഇതും അതെ, ഇതും ആവണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ലിപ് ബാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനുള്ളിൽ നിന്ന് നമുക്കിങ്ങനെ പതുക്കെ ഇതിനാണ് ആക്രാന്തം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തതും കൂടെ ഇട്ട് എൻ്റെ കയ്യിൽ ഫുള്ളിപ്പോൾ നമ്മൾ ചെയ്തത് കേട്ടോ. കണ്ടോ, ഇത് കുറച്ചും കൂടെ ഡാർക്കാണേ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. കൊച്ചിനിയിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കിട്ടുക. നമുക്ക് ഇടുമ്പോൾ തോന്നും നമുക്ക് എല്ലാ കളേഴ്സും സെയിം ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ലിപ്സിൽ ഇടുമ്പോഴാണ് പലരുടെയും ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ഒരാൾക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വേറൊരു കളർ ടോൺ, എൻ്റെ സ്കിൻ ടോണിനോട് വേറെ കളർ ടോൺ ആണെങ്കിൽ വേറെ ലുക്കായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് സൗണ്ട് കുഴപ്പമുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്കൊരു ലിപ്സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പഠിച്ചപ്പോൾ ഓൾറെഡി ഞാൻ നന്നായിട്ട് ഇട്ടിട്ട്. ഇത് ഞാനിപ്പോൾ നമുക്ക് ചീക്കിൽ ഇങ്ങനെ പിഗ്മെൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ ചീക്ക് പിഗ്മെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് വല്ലപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള കോസ്മെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കാം. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള നേരമൊന്നും സത്യത്തിൽ ഇല്ല. ഇവിടെ നമുക്ക് രാവും പകലും ഈ പണിയൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാരിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിളിൽ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, ഇത് ബേക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ക്ലേ ചേർത്ത് ഞാൻ ബേക്ക് ചെയ്യാം. നമുക്ക് തന്നെ ഇത് കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ.
നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെയുള്ള കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് വൺസ് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഫുള്ള് റെഡിലും മുങ്ങിക്കണം ഞാൻ. ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണം നമ്മുടെ വീഡിയോ. ഭയങ്കര ബ്ലഷായാൽ പോയല്ലോ. അപ്പോൾ നമ്മുടെ കൊച്ചിനിയൽ ലിപ്സ്റ്റിക്ക്, പക്കാ ഓർഗാനിക് ലിപ്സ്റ്റിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.